ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് പിസ്സ ഇഷ്ടമാണോ? പാസ്ത ഇഷ്ടമാണോ? പിസ്സയും പാസ്തയൊക്കെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ കിട്ടുന്ന നല്ലൊരു സ്പോട്ടിലേക്ക് വീക്കെൻഡിൽ ഞാൻ പോയിരുന്നു. അവിടുത്തെ പിസ്സയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പല സ്ഥലത്തുനിന്നും പിസ്സ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പിസ്സയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിസ്സ എന്ന് പറയുമ്പോൾ ആ സ്പോട്ട് മാത്രമേ മനസ്സിൽ വരുള്ളൂ. അവിടെ ഒരുപാട് വെറൈറ്റി പിസ്സകളുണ്ട്. ബീഫിലും ചിക്കനിലും പോർക്കിലും ഇതെല്ലാം മിക്സായിട്ടും സെപ്പറേറ്റ് ആയിട്ടും അങ്ങനെ ഒന്നും പറയണ്ട. അടിപൊളി സ്പോട്ടാണ്. പറഞ്ഞ് ഞാൻ എങ്ങോട്ടായി പോകുന്നല്ലേ. ഇപ്പോഴും സ്പോട്ട് പറഞ്ഞില്ല. അതാണിത്, ഫിലോസ് ഡെലിക്കസി റെസ്റ്റോ കഫേ. ഇവിടുത്തെ പിസ്സയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുൾഡ് ചിക്കനാണ് ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വരിക. അതായത് ചിക്കൻ നല്ലങ്ങനെ ഷ്രെഡ് ചെയ്ത പോലെ നല്ല ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടുത്തെ ആംബിയൻസും കിഡിലനാണ്. നൈറ്റാണ് കുറച്ചുകൂടി രസം. ഞങ്ങളൊരു ഈവനിങ്ങിലാണ് ഇവിടെ എത്തിയത്. ഞാൻ പറഞ്ഞ സ്പെഷ്യൽ പിസ്സ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഷെഫിൻ്റെ സ്പെഷ്യൽ ചിക്കൻ പിസ്സയാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് വെറൈറ്റി പിസ്സകളുണ്ട് പല മീറ്റിലും. മാത്രമല്ല, നമ്മൾ എക്സ്ട്രാ ടോപ്പിങ്ങോ ചീസോ ഒന്നും സ്പെഷ്യലായി പറയണ്ട. എല്ലാം ഇതിൽ ആവശ്യത്തിനുണ്ട്. കണ്ടോ വലിഞ്ഞ് വരുന്നത് കണ്ടോ? അതാണ് ഇവിടുത്തെ പിസ്സയുടെ ഒരു പ്രത്യേകത. പല സ്പോട്ടിലും പോകുമ്പോൾ എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് മിസ്സാവാറുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇവിടെ അതെനിക്ക് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്ത് കിട്ടാറുണ്ട്. മാത്രമല്ല, ഉള്ളിൽ ആ ഫില്ലിങ് അത്രയും റിച്ചാണ്. ഇവിടുന്ന് ഓർഡർ ചെയ്ത അടുത്ത ഐറ്റം വെജ് ആൽഫ്രെഡോ പാസ്തയാണ്. അതിലാണെങ്കിലും നിറയെ ഒലീവ്സും അതുപോലെ ബ്രൊക്കോളിയും മഷ്റൂംസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കെപ്പോഴും കൂടുതലിഷ്ടം എന്താണ്, പിസ്സ തന്നെയാണ്. പിന്നെ ഒരു ഡ്രിങ്ക് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാംഗോയും കിവിയും മിക്സ് ആയിട്ടുള്ളൊരു സ്മൂത്തി. ഇത് നോൻപിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അഡാർ ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ആ ലെയറായിട്ട് കിടക്കുന്നത്. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് മിക്സ് ആവുന്നു എന്നല്ലാതെ മൊത്തത്തിൽ കലങ്ങി പോകുന്നില്ല. അതിൻ്റെ മാജിക് എന്താണെന്നാവോ. എന്തായാലും സംഭവം കൊള്ളായിരുന്നു. ഇങ്ങനെ വീക്കെൻഡൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്ത് കഴിക്കാറില്ല കേട്ടോ. നമുക്ക് ഏറ്റവും ക്രേവിംഗ് ഉള്ള ഐറ്റംസ് വാങ്ങും, എന്നിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കും. അപ്പോൾ അത്ര പോർഷനല്ലേ നമ്മുടെ ശരീരത്തിലേക്കും പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു രസമാണ്. എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വീക്കെൻഡുകളൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാറുള്ളത്. ഞാനിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിനേക്കാളും ആ ഫാമിലി ടൈമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. നമ്മളെല്ലാവരും വീട്ടിലിരുന്നിട്ടാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഫാമിലി ടൈം കണ്ടെത്തണം. എന്നാലേ നമുക്കൊരു റീചാർജിങ് ഉണ്ടാവുള്ളൂ. മനസ്സിനും ഒരു ഉന്മേഷമൊക്കെ വേണ്ടേ. എപ്പോഴും വർക്ക് മാത്രം ആവാൻ പാടില്ലല്ലോ. അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.